കോളമിന്റെ ഡിസൈൻ ആൻഡ് ഡീറ്റെയിലിംഗ് ആഡ്സ് പ്രോ യൂസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം അതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടാപ്സ് മോഡൽ എടുക്കുക. ഇടാപ്സ് മോഡൽ എടുത്ത് യൂഷ്വൽ ചെയ്യുന്ന പോലെ റൺ ചെയ്യണം, റൺ അനാലിസിസ് കൊടുക്കണം. അത് കഴിഞ്ഞ് കോൺക്രീറ്റ് ഡിസൈനിങ്ങും ചെയ്തിട്ട് ഒരു മോഡലാണിത്. അതിലായിരിക്കും നമ്മൾ ഡിസൈൻ ആൻഡ് ഡീറ്റെയിലിംഗ് നോക്കുന്നത്. ഇനി കോളം അടിച്ചെടുക്കാനൊക്കെ ആഡ്സ് പ്രോ എടുക്കുമ്പം ഞാൻ ബീമിൽ പറഞ്ഞതുപോലെ തന്നെ ആഡ്സ് പ്രോയില് ആദ്യം FZ ഡിസൈൻ ആൻഡ് ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ടാബ് ഉണ്ട്. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് മൊമെന്റ് M3 M2 വാല്യൂ, ആക്സിയൽ ലോഡിന്റെ വാല്യൂ കൊടുത്ത് ഡയമീറ്റർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പാസ് ആവുന്നുണ്ടോ ഫെയിൽ ആവുന്നുണ്ടോ നോക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. എന്നിട്ട് ഇതെല്ലാം ഇൻപുട്ട് ചെയ്ത് കൊടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ഫെയിൽ ആവുന്നുണ്ടോ പാസ് ആവുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. അതായത് ഈ ടാബ്സിൽ കാണാൻ പറ്റും. MUX-ൽ MUI-ലും ഇതാവുന്നുണ്ടോ, ബൈ ആക്സിയൽ ലോഡിലോ ഓക്കെ ആണോ എന്നുള്ളത് കാണാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഇതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടാപ്സ് മോഡലിൽ നിന്ന് ഡയറക്റ്റ് ഇതിലെല്ലാം ഇൻപുട്ട് ചെയ്തിട്ട്, അതായത് ഏതൊക്കെ കോളംസ് നമുക്ക് ഡീറ്റെയിൽ ചെയ്യണോ അതെല്ലാം സെലക്ട് ചെയ്ത് ഇതിൽ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് റൺ ചെയ്താൽ നമുക്ക് ഒരുമിച്ച് ഷെഡ്യൂൾ എല്ലാം ആഡ്സ് പ്രോ തന്നെ വരച്ചു തരും. അങ്ങനെ 2 ഓപ്ഷൻസ് ആണ് നമ്മുടെ കോളം എന്ന് പറഞ്ഞ മൊഡ്യൂളിനകത്തുള്ളത്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ആ ഫസ്റ്റ് ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. റൺ ചെയ്തിട്ടിരിക്കുന്ന മോഡലാണ്. ഈ മോഡലിൽ ഞാൻ ഓൾ സ്റ്റോറി സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഈ കോളം ഞാൻ ഫുള്ള് സെലക്ട് ചെയ്തു. ഫുള്ള് സെലക്ട് ആയിട്ടുണ്ടെന്നുള്ള ഓൾ സ്റ്റോറി ഇട്ട് തന്നെ സെലക്ട് ചെയ്യണം. അതല്ല ഒരു ഫ്ലോറിലെ മതി എന്നുണ്ടെങ്കിൽ ഒരു ഫ്ലോർ സിംഗിൾ ഫ്ലോർ സെലക്ട് ചെയ്താൽ മതി. എനിക്കിപ്പം എല്ലാ ഫ്ലോർസും വേണം, അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് കോളം സെലക്ട് ആയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഈ കോളമാണ്, ആ കോളം ഫുള്ള് സെലക്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ടേബിൾസ് കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡിൽ ടേബിൾസ്, അതില് ഡിസൈൻ ഡാറ്റ, ഡിസൈൻ ഫോഴ്സസ്, ഡിസൈൻ ഫോഴ്സ് ഡേറ്റ, അതിനകത്ത് ബീംസിന്റെ ഡാറ്റാസ് ഉണ്ട്, ബ്രേസസ് ഉണ്ട്, കോളംസ് ഉണ്ട്. നമുക്ക് കോളമാണ് വേണ്ടത്. അപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ ടേബിൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ടേബിൾ തന്നെ നമുക്ക് എക്സലിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും, XML ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. നമുക്കിപ്പം തൽക്കാലം ഞാൻ എക്സൽ ആക്കുന്നില്ല, ഒരു കോളം അല്ലേ ഉള്ളൂ. അപ്പം ഷോ ടേബിൾ കൊടുക്കുന്നു. ഷോ ടേബിൾ കൊടുക്കുമ്പോൾ ആ ഇതില് ഓരോ കോമ്പിനേഷൻസിലും നമ്മൾ ഒരുപാട് കോമ്പിനേഷൻസ് ഡിഫൈൻ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതേപോലുള്ള എല്ലാ കോമ്പിനേഷൻസിലും എത്രയാണ് ആക്സിയൽ ലോഡ് വരുന്നത്, മൊമെന്റ് വരുന്നത് എന്നുള്ളത് കാണിക്കും. ഇതിനകത്ത് ഇപ്പൊ ഞാൻ വേറെ ഒരു ഓപ്ഷനും കൂടെ, ഇങ്ങനെ നമുക്ക് ടേബിൾസ് എടുക്കാം. ഇനി ഈ മോഡൽ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ് ഈ ഒരു പാൻ ഇവിടെ ഇല്ല എന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഡിസ്പ്ലേ പോവുക, ഷോ ടേബിൾസ് എടുക്കുക, ഇങ്ങനെയും പോവാം. ഇനി ഇവിടെ ഞാൻ കോമ്പോസ് ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്തിരുന്നുള്ളൂ. അപ്പൊ ഇതിൽ ഞാൻ എല്ലാ കോമ്പോസും സെലക്ട് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ ഡാറ്റ, അതിൽ ഡിസൈൻ ഫോഴ്സസിനകത്ത് ഡിസൈൻ ഫോഴ്സ് ഡാറ്റ, ഡിസൈൻ ഫോഴ്സ് കോളംസ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കോളത്തിൽ ഇതിപ്പോ കാണാം 1.5 ഡെഡ് ലോഡ് ഉണ്ട്, ഡെഡ് ലോഡ് ലൈവ് ലോഡ് ഉണ്ട്, 1.2 ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, അങ്ങനെ എല്ലാ കോമ്പിനേഷൻസും നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ കോമ്പിനേഷൻസിലും നമുക്ക് പിയുടെ വാല്യൂ, M2ന്റെ M3യുടെ വാല്യൂസ് കിട്ടും. ഇനി ഞാന് പി നമ്മൾ 3 കേസസിലാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അതായത് 3 കേസസ് എടുത്ത് ചെക്ക് ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ റീഇൻഫോഴ്സ്മെന്റ് എത്രയാണോ വരുന്നത് അതായിരിക്കും നമ്മൾ കോളത്തിന് കൊടുക്കുന്നത്, കോളം ഷെഡ്യൂളിംഗിൽ കൊടുക്കുന്നത്. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് പിയുടെ അവിടെ ചെന്നിട്ട് സോർട്ട് അസെൻഡിങ് കൊടുക്കുക. 610 ആണ് ഇവിടെ, 610 കിലോ ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് സോർട്ട് ഡിസെൻഡിങ് കൊടുക്കുക, 319 ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് 610 എടുക്കുക. 610 ആ സെയിം പിയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 610 വരുന്നു. അവിടെ ആ 610 വരുമ്പോൾ M2ന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. 19.7 ഞാൻ 20 ആയിട്ട് റൗണ്ട് ചെയ്യുന്നു. M3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 177 ആണ്, 176.8. അത് ഞാൻ ഇത് ചെയ്തു.
ഇതാണ് ഒരു കേസ്, അതായത് ആക്സിയൽ ലോഡ് മാക്സിമം വരുന്ന കേസ്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M2 മാക്സിമം വരുന്ന കേസ്. അതും സെയിം ഇതേപോലെ തന്നെ അസെൻഡിങ് ഡിസെൻഡിങ് ഒന്ന് ഇട്ട് നോക്കുക. ഇപ്പൊ അസെൻഡിങ് വരുമ്പോഴത്തേക്ക് 41.4 ആണ് നമുക്ക് വരുന്നത്, മറ്റേത് 36 ആയിരുന്നു. സോ ആ കേസിന്റെ പി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 257 ആണ്. M2 വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41 എടുക്കുന്നുള്ളൂ, 41. M3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90. ഇനി തേർഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് M3 മാക്സിമം വരുന്നത്, M3 മാക്സിമം വരുന്നത് 176 ആണ് നമുക്ക് മാക്സിമം വരുന്നത്. ഇതാണ് കേസ്. ഫസ്റ്റ് നമ്മൾ എടുത്ത സെയിം കേസാണ്. 610 ആക്സിയൽ ലോഡ് വരുന്നു, M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20, M3 എന്ന് പറഞ്ഞാൽ 177. ഇനി ഒരു കേസും കൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം, അതായത് M2ഉം M3യും സെയിം വരുന്ന ഒരു വാല്യൂവും കൂടെ നോക്കാം. 4 എണ്ണം വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ മൂന്നെണ്ണമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഈ കേസസ് എടുക്കുക, വാല്യൂസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കോളത്തിന്റെ സൈസും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൈസ് അറിയാം. 3060 ആണ് അവിടുത്തെ സൈസ്. ഓക്കെ, 3060 സൈസ് വന്നിട്ടുണ്ട്. ഇനി ഈ MUX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M3യുടെ വാല്യൂ ആണ്, നമുക്ക് കിട്ടിയത് 177 ആണ്. MUY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M2 20, PU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 610. നമ്മുടെ കോളം സൈസ് വിഡ്ത്ത് 300ഉം ഡെപ്ത് 600ഉം ആയിരുന്നു. ഞാനിപ്പോ തൽക്കാലം 3x ഡിറക്ഷനിലും 3y ഡിറക്ഷനിലും കൊടുക്കുവാണ്. 16 ആണ് കമ്പി കൊടുത്തിരിക്കുന്നത്. ക്ലിയർ കവർ 48 കൊടുത്തിട്ടുണ്ട്. ലെങ്ത് 2.5 തൽക്കാലം ജസ്റ്റ് കൊടുത്തിരിക്കുവാണ്. എന്നിട്ട് എക്സിക്യൂട്ട് കൊടുക്കുക. എക്സിക്യൂട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് കമ്പി നമ്മൾ ഡിസൈഡ് ചെയ്ത്. MUX ഓക്കെ ആണ്. ഈ ബ്ലൂ ഡോട്ട് കണ്ടില്ലേ, ഈ ബ്ലൂ ഡോട്ട് ഈ കർവിന്റെ അകത്താണ് വരുന്നെങ്കിൽ ഇത് ഓക്കെ ആണ്. നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ എടുത്തിരിക്കുന്ന ഓക്കെ ആണെന്നാണ് അർത്ഥം. അപ്പം MUX അത് ഓക്കെ ആണ്, MUYയിലും ഓക്കെ ആണ്. ബൈ ആക്സിയലിൽ ഈ ക്രോസ് ആണ്, ഈ പ്ലസ് ആണ് നോക്കുന്നത്. ഈ പ്ലസ് ഈ ഡയമണ്ട് ഷേപ്പിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആണ്. നെക്സ്റ്റ് റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ഉണ്ട്. റിസൾട്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ബൈ ആക്സിയൽ റേഷ്യോ എത്രയാണെന്നുള്ളത് കാണാൻ പറ്റും. 0.81 വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. അതേപോലെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ 0.89 ആണ്, അതും പ്രോബ്ലം ഇല്ല. നമുക്ക് കോളത്തിന് ശരിക്കും IS കോഡ് അനുസരിച്ച് 0.8 to 6% ആണ്. അത് നമ്മളൊരു 4 വരെ ലിമിറ്റ് ചെയ്യും. 0.8 to 4. അതിലും എക്കണോമിക്കൽ ആവണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 2% വരെയാണ് നമ്മൾ കോളത്തിന്റെ സ്റ്റീൽ ഇടുവാണെങ്കിൽ അത് ഭയങ്കര എക്കണോമിക്കൽ ആയിരിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പം ഇതിപ്പോ 0.89 ആണ്, കുഴപ്പമില്ല. സോ ഇതേപോലാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് M2 വാല്യൂ മാക്സിമം വന്നത് നോക്കാം. 19 വന്നിട്ടുണ്ട്, 41, 257 എക്സിക്യൂട്ട് ചെയ്തു, അതും ഓക്കെയാണ്. ഇനി ഞാൻ ജസ്റ്റ് 2ഉം 3ഉം ഇട്ട് നോക്കുവാണേ. 2ഉം 3 ഇട്ട് നോക്കുമ്പോൾ അതും ഓക്കെയാണ്. ഇനി ഞാനിവിടെ മൊമെന്റ് വാല്യൂ ഒരു 41 കണ്ട. ഇപ്പൊ ഞാൻ മൊമെന്റിന്റെ വാല്യൂ കൂട്ടിയപ്പോഴത്തേക്കും മൊമെന്റിന്റെ വാല്യൂ കൂട്ടിയപ്പോ നമുക്ക് ആ ബ്ലൂ ഡോട്ട് കാണാനില്ല. കാരണം നമ്മള് ഇവിടെ M3 ഡിറക്ഷനിൽ നമുക്ക് M3യിൽ വരുന്ന മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 500 ആണ്. അപ്പൊ നമ്മൾ ആ കമ്പി കൂട്ടിയിട്ടാലേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ അതിന് എത്ര ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവുന്നുള്ളത് നോക്കണം. MY ഡിറക്ഷനിൽ ഓക്കെയാണ്, ബൈആക്സിയലിൽ കൂടുതലാണ്. ബൈആക്സിയൽ 2.17 വന്നിട്ടുണ്ട്. അപ്പം അത് എത്രയാണ്, അല്ലെങ്കിൽ കമ്പി കൂടുതൽ ഇട്ട് നോക്കണം. 20 ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവുന്നുണ്ടോ നോക്കണം. ഓക്കെ, കണ്ട 25 X ഡിറക്ഷൻ 3ഉം Y ഡിറക്ഷൻ 6ഉം ഇട്ടപ്പോഴാണ് എനിക്കത് സേഫ് ആയത്. ബ്ലൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MUX സേഫ് ആയി, MUYയും സേഫ് ആണ്,
ബൈആക്സിയൽ ജസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് വാല്യൂ കൂടെ നോക്കാം. ബൈആക്സിയൽ റേഷ്യോ 1.05 ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1-നകത്ത് വരണം എന്നാണ്. 1.05 കുഴപ്പമില്ല. സോ ഇത് ശരിക്കും ഓക്കെ ആണ്. അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ കമ്പി എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇത് ഓരോ ഇൻഡിവിജ്വൽ കേസിനുള്ളതാണ്. ഇനി നമുക്ക് ടോട്ടൽ ഇപ്പൊ നമുക്കൊരു പ്രോജക്റ്റ് എടുത്തിട്ട് ഇപ്പൊ ഈ പ്രോജക്റ്റിന്റെ കോളം ഷെഡ്യൂൾ എനിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതില് സെലക്ട് പോവുക, സെലക്ട് ഒബ്ജക്ട് ടൈപ്സ് കോളം സെലക്ട് കൊടുക്കുക. ഇപ്പൊ നമുക്ക് കാണാം ഈ 3Dയിൽ ഒരു ഡോട്ടഡ് ലൈൻ പോലെ ഈ കോളംസ് എല്ലാം സെലക്ട് ആയി വന്നിട്ടുണ്ട്. സെലക്ട് ആയി വന്നിട്ട് ആഡ്സ് പ്രോയിലോട്ട് പോവുക, ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇമ്പോർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക, കോമ്പിനേഷൻസ് ഓൾ കൊടുക്കുക, സെലക്ട് ഓൾ കൊടുക്കുക, യൂസ് സെലക്ടഡ്. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാം ഈ ഗ്രീൻ ലൈൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഏതൊക്കെ ഫ്ലോസ് നമുക്ക് വേണം എന്നുള്ളതാണ് ഇതിൽ സെലക്ട് ചെയ്യാൻ. ഞാൻ ഇപ്പൊ തൽക്കാലം സെലക്ട് ഓൾ കൊടുക്കുവാണ്, ഇമ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് സെറ്റിങ്സ്, ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സ് എടുത്തിട്ട് ഇതില് ഡയമീറ്റർ എന്നുള്ള കോളം ഒന്ന് സെലക്ട് ചെയ്യുക. ഡയമീറ്റർ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഡയമീറ്റർ നമ്മൾ ഈ ആരോ ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും സൈഡിൽ നമുക്കൊരു 3 ഡോട്ട് ഉള്ള ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ വലിയ പ്രോജക്ട്സ് ഒക്കെ ആണെങ്കിൽ 20, 25, 16 ഇപ്പൊ ഓക്കെ ആണ്. കുഞ്ഞു പ്രോജക്ട്സ് ഒക്കെ ആണെങ്കിൽ 12ഉം 16ഉം ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ ഞാൻ ഈ 3 കമ്പി ഇട്ടു. ഇപ്പൊ ആഡും റിമൂവും കൊടുക്കുന്ന ജസ്റ്റ് കാണിക്കാം. ഞാനിപ്പോ ഒരു 32ഉം കൂടെ കൊടുക്കുവാന്ന് വെച്ചോ. 32 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ 32 ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ 32 വരും. റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാന്ന് സെലക്ട് ചെയ്യുക, റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പോവും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവും. ഇവിടെ ഒരു സേവും കൂടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടിന്റെ തൊട്ട് റൈറ്റിലായിട്ട് റൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. റൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഈ ഓരോ കോളംസ് ആയിട്ട് റൺ ആയി തുടങ്ങും. നമുക്കിപ്പോ കാണാം ഈ യെല്ലോ കളർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് റണ്ണായി അനലൈസ് ആയി വരുന്ന കോളംസ് ആണ് യെല്ലോ കളറിലോട്ട് മാറുന്നത്. ഫുൾ റണ്ണായി കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഓരോ, അതായത് ഏത് ഇപ്പൊ നമുക്കിത് ഡബിൾ ക്ലിക്ക് ചെയ്ത് അറിയാം. ഞാനിപ്പോ ഈ C1 എന്ന് പറഞ്ഞ പോർഷൻ വന്നിട്ട് ഈ കമ്പി വന്ന് ജസ്റ്റ് C1A എന്ന് പറഞ്ഞ കമ്പി ഞാൻ ജസ്റ്റ് കോളം എല്ലാം സെലക്ട് ആയി. ഓക്കെ, C1 എന്ന് പറഞ്ഞ കോളം വന്നു. ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മാക്സിമം 3 കേസസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് ആക്സിയൽ ലോഡ് മാക്സിമം വരുന്നത്, M2 മാക്സിമം വരുന്നത്, M3 മാക്സിമം വരുന്നത്. അപ്പം ഇതില് ഏത് കേസ് എടുത്തിട്ടാണ് നമുക്ക് ഷെഡ്യൂളിംഗ് തന്നിരിക്കുന്നത് എന്നുള്ളത് ആഡ്സ് പ്രോ കാണിച്ചു തരും. ഇതിലിപ്പം എന്തുവാണ് ആക്സിയൽ ലോഡ് 124.44, 2.71 M2ഉം M3 15.75 വരുന്ന കേസാണ് എടുത്തിരിക്കുന്നത്. അതിന് എത്ര കമ്പി വേണം? X ആക്സിസിൽ നമ്മൾ 3 കൊടുത്തിട്ടുണ്ട്, Y ആക്സിസിൽ 3 കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കോമ്പിനേഷൻ ഏതാണ്, ഏത് നമ്പർ ഓഫ് ബാർ ആണ്, അവിടെ AST എത്ര വേണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ജസ്റ്റ് ഈ കോളത്തിന്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ആ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഏതാണ് എടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ളത്, ഏത് ഫ്ലോർ ആണ്, ഏത് സ്റ്റോറിയാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇനി നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും കോളംസ് ഫെയിൽ ആയി, അതായത് ഞാൻ കൊടുത്തിരിക്കുന്ന സൈസ് ഓക്കെ അല്ല, അല്ലെങ്കിൽ നമ്മൾ ബാർ ഇപ്പം നമ്മൾ SP34 അനുസരിച്ചിട്ട് എത്രയാണ് ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നൊക്കെ ഉണ്ട്, ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ചാണ് നമ്പർ ഓഫ് ബാർസ് ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ഒരു 400/600 കോളത്തില് ആ 400 സൈഡില് എത്ര ബാർ, നമുക്ക് 20യുടെ എത്ര ബാർ ഇടാൻ പറ്റും, ആ രണ്ട് 20യുടെ ബാർ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് SP34 ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ മിനിമം നമ്പർ ഓഫ് ബാർസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ മിനിമം നമ്പർ ഓഫ് ബാർ ഇപ്പൊ ഞാൻ 25 ആണ് ഏറ്റവും കൂടുതൽ ഇട്ടത്. അതില് മാക്സിമം നമ്പർ ഞാൻ 16 ആണ് ഇട്ടിരിക്കുന്നത്. ഒരു കോളത്തിൽ 16 മതി എന്ന് പറഞ്ഞിട്ടാണ് അത്ര ഇടാൻ പറ്റില്ല. 16 എന്ന്, കാരണം 16ന്റെ ഡയമീറ്ററും ഉണ്ട് 20യുടേതും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ 16, 25ലും കഴിഞ്ഞു പോകുന്ന കോളത്തിന്റെ കേസസ് ഒക്കെ വരും. ഇപ്പൊ നമുക്ക് ഇതിനകത്തില്ല. അങ്ങനെ വരുന്നെങ്കിൽ ഇതിനകത്ത് റെഡ് കളറിൽ കാണിക്കും. ആഡ്സ് പ്രോ അത് ഡിനോട്ട് ഒരു റെഡ് കളറിൽ കാണിച്ചു തരും. അതായത് ഈ കോളംസ് ഫെയിൽ ആവുന്നുണ്ട്, നമ്മൾ പറഞ്ഞിരിക്കുന്ന കമ്പിയിൽ അത് നിൽക്കുന്നില്ല, സൈസ് കൂട്ടണം എന്നുള്ളത് നമുക്ക് ഇതിൽ കാണിച്ചു തരും. അപ്പൊ ഈ കേസിൽ നമുക്കിപ്പോ ഓക്കെ ആണ്, ഒരു ഇതിനകത്ത് റെഡ് കാണിക്കുന്നില്ല. ഇനി ഷെഡ്യൂള് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. രണ്ട് ടൈപ്പില് നമുക്ക് ഷെഡ്യൂൾ എടുക്കാൻ പറ്റും. ഒറ്റ ടേബിളിലും ഷെഡ്യൂൾ കിട്ടും. ഡ്രോ ഇൻ സെപ്പറേറ്റ് ഷെഡ്യൂൾസ് എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ രണ്ട് ഓപ്ഷനും കാണിക്കാം. ഇപ്പൊ ഞാൻ ഒറ്റ ടേബിളിൽ ഷെഡ്യൂൾ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഓട്ടോകാഡിൽ പോവാ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടേബിൾ ഫുള്ള് എങ്ങനെയാന്നുള്ളത് വരും. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിലിപ്പം ഷെഡ്യൂൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പെർസെന്റേജ് കാണിച്ചിരിക്കുന്നതാണോ, ഈ 1.34, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെന്റേജ് ഓഫ് സ്റ്റീൽ ആണ്. ഞാൻ നേരത്തെ മിനിമം പെർസെന്റേജ് പറഞ്ഞല്ലോ. അപ്പം ഈ ഒരു കോളത്തില് ഈ 10, 16 വന്നു കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പെർസെന്റേജ് ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 10 ഇൻറ്റു ഈ ഇതിന്റെ AST, 16ന്റെ AST ഡിവൈഡഡ് ബൈ നമ്മുടെ ഇതിന്റെ ഏരിയ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെർസെന്റേജ് കിട്ടും. ഇൻറ്റു 100, അപ്പൊ പെർസെന്റേജ് കിട്ടും. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇതിൽ 13 നമ്പേഴ്സ് എന്ന് കിടക്കുന്നത് ഇതിപ്പോ കണ്ടോ, ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്, സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞ് അവിടെ ഉണ്ട്, പിന്നെ സ്റ്റോറേജ് സ്പേസ് FF എന്ന് പറഞ്ഞുണ്ട്. അങ്ങനെ അങ്ങനെ ഓരോ ഫ്ലോറിലും എത്ര നമ്പേഴ്സ് ഓഫ് കോളംസ് വരുന്നു എന്നുള്ളതാണ് ഈ 13 നമ്പേഴ്സ് കാണിക്കുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലത്തെ 13 നമ്പേഴ്സ് ഉണ്ട്. അത് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്, സ്റ്റോറേജ് സ്പേസ് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. അങ്ങനെ അങ്ങനെ പോകും. അതാണ് ഈ നമ്പേഴ്സ് ഡിനോട്ട് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ സ്റ്റിറപ്സും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് തന്നെ വരും. സ്റ്റിറപ്സ് എങ്ങനെയാണ്, ഏത് ഷേപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള ഇതൊക്കെ വരും. പിന്നെ ഏതൊക്കെ കോളംസ് ആണ് ഈ C2, C43, C48 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇത് നമ്മുടെ ടാബ്സിലെ നമ്പേഴ്സ് ആണ്. ഇപ്പൊ ടാബ്സിൽ നമ്മൾ എടുത്തിട്ട് ഇതിനെല്ലാത്തിനും ഒരു സ്പെഷ്യൽ നെയിം ഉണ്ട് ഈ ടാബ്സിൽ. അതായത് ഇപ്പൊ ഇത് കണ്ടോ, ഇത് കോളം C1 ആണ്.
അതേപോലെ ഇപ്പം ഇതെടുത്തു കഴിഞ്ഞാൽ ഇത് കോളം C6 ആണ്. ആ C1 C6 എന്നുള്ള നമ്പർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. C2 C43 എന്നൊക്കെ പറഞ്ഞ് അവിടെ നമ്മുടെ ഈ ടാബ്സിൽ നമുക്ക് 1608.5 AST ആണ് വേണ്ടതെന്നും കാണിച്ചു തരാം. അത് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മൾ ജസ്റ്റ് വയ്ക്കുമ്പോൾ 1200 എന്ന് കാണുന്നില്ലേ, അതാണ് AST. അതായത് ആ കോളത്തിൽ ആ ഒരു സ്പാനില് നമുക്ക് എത്ര ഏരിയ ഓഫ് സ്റ്റീൽ വേണമെന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് എത്രയാണെന്നുള്ളതും നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബ്രാക്കറ്റിൽ ഇത്ര AST ആണ്, നമ്മൾ ഇത്രയും വേണം, ഇത്ര സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ അതിനെക്കാട്ടിലും കൂടുതലായിരിക്കും നമ്മൾ കമ്പി കൊടുക്കുന്നത്. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ റെഡ് മാർക്കിംഗ് വരുമെന്ന് പറഞ്ഞല്ലോ. ആ റെഡ് മാർക്കിംഗ് വരുന്നത് എപ്പോഴും 4% കൂടുതൽ വരുമ്പോഴായിരിക്കും അത് വരുന്നത്. പിന്നെ ഇതില് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചും കൂടെ എക്കണോമിക്കൽ ആവണമെങ്കിൽ 2% കൂടുതൽ പോവാത്തതാണ് നല്ലത്. അതിലിപ്പോ 2.05 ഓക്കെയാണ്. 2.86 ഒക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. 86 പ്രോബ്ലം ഇല്ല, പക്ഷെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എക്കണോമിക്കൽ ആവും. അപ്പൊ അതെങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതടിക്കട്ടെ. ഇപ്പം ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇനിഷ്യലി കാണിച്ചു തന്നല്ലോ, നമുക്ക് ഇപ്പൊ ഒരു സിംഗിൾ കോളം ഞാനിപ്പം 2.86 കിട്ടി, ഈ 2.86% കിട്ടിയ കോളം എടുത്തിട്ട് നേരത്തെ ഞാൻ ചെയ്തതുപോലെ തന്നെ അതിനെ ഈ ടാബ്സിൽ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് ടേബിൾസ് എടുക്കും. ആക്സിയൽ ലോഡ് മൊമെന്റിന്റെ 2 വാല്യൂസും എടുക്കും. 3 കേസസ് എടുക്കും. ഞാൻ ആഡ്സ് പ്രോയിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് അത് ഡൗൺ ആക്കാൻ പറ്റുമോ നോക്കാം. അതായത് ഇതിപ്പോ 2416 വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടെ കമ്പി കുറച്ചു കൊടുക്കാൻ പറ്റുമോ നോക്കും. അങ്ങനെയാണ് നമ്മൾ ഇത് കുറയ്ക്കാൻ നോക്കുന്നത്. അതിനാണ് അത് യൂസ് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കോളംസ് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇതിപ്പോ കോളം നമ്പർ 2.86, ഓക്കെ, കോളം നമ്പർ 67 നമുക്കത് കൂടുതൽ വരുന്നത്. അപ്പം ഈ ടാബ്സ് എടുക്കുക, സെലക്ട് ഓപ്ഷനിൽ പോവുക, സെലക്ട് ലേബൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ലേബൽസിനകത്ത് ഫ്രെയിം ലേബൽസ് ആണ്. ഫ്രെയിം ലേബൽസ് ഓളില് കോളംസ് എടുക്കുക. ഇതെല്ലാം ബീം ആണ്. കോളം എന്ന് പറയുമ്പോൾ C എന്ന് പറഞ്ഞ ഒരു ഡിനോട്ട് ചെയ്യുന്നതാണ് കോളംസ് വരുന്നത്. അതിനകത്ത് C67 അല്ലേ, C67 67 സെലക്ട് ചെയ്തിട്ട് സെലക്ട് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇതെവിടാണ്, ഓക്കെ, അത് മാത്രം എടുക്കാം. ഷോ ഒബ്ജക്ട് സെലക്ടഡ് ഒബ്ജക്ട് ഉള്ളി, അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ സെലക്ടഡ് ഒബ്ജക്ട് ഉള്ളി കൊടുത്തു കഴിഞ്ഞാല് ആ സെലക്ട് ചെയ്തിരിക്കുന്ന മാത്രം വരും. ഇതാണ് 67 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ AST നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പം നമുക്ക് 4594 വേണം. 4594 എടുത്തിട്ട് 4594 എടുത്തിട്ട് നമുക്കിപ്പം എത്ര അവിടെ ഇപ്പൊ 25ന്റെ ബാറാണ് കൊടുക്കുക. നമ്മളിപ്പോ 16 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 20 നോക്കാം. 20 എന്ന് പറയുമ്പോൾ അതിന്റെ AST വരുന്നത് 314 ആണ്. ഡിവൈഡഡ് ബൈ 314 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 16 ബാർസ് ഉണ്ടെങ്കിൽ 1620 ബാർസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓക്കെ ആവും. ഇനി 1620 ബാർസ് എന്ന് പറയുമ്പോഴത്തേക്കും 16 ഇൻറ്റു 314 ഡിവൈഡഡ് ബൈ നമ്മുടെ ഏരിയ 300 ഇൻറ്റു 600 ഇൻറ്റു 100 എന്നാലും 2.79 വരും. അപ്പം ഇത് 20ലാക്കി നോക്കുക. അങ്ങനെ അങ്ങനെ എത്രയാണ് കുറയ്ക്കാൻ പറ്റുന്നതെന്ന് നോക്കുക. ഇതാണ് 2 മെത്തേഡ്. ആദ്യത്തത് ആക്സിയൽ ലോഡും മൊമെന്റും എടുക്കുക, ഇതിനകത്ത് ഇട്ട് നോക്കിയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ AST വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഇനി ആഡ്സ് പ്രോ ഇല്ലാത്തൊരു കേസ് വരുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ AST വെച്ചിട്ട് ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ ഏരിയക്ക് എത്ര സ്റ്റീല് വേണമെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഇൻഡിവിജ്വൽ വരയ്ക്കാനും കൂടെ ഞാൻ കാണിക്കാം. ഡ്രോയിങ്, ഓക്കെ, ഇതിൽ ലേ ഔട്ട് എടുക്കുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ ലേ ഔട്ട് ഓപ്ഷൻ എടുത്തിട്ട് ലേ ഔട്ട് സെലക്ട് ചെയ്ത് ഓട്ടോ കാഡിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
ഓരോ ഫ്ലോറിലെ നമ്മുടെ ലേഔട്ട് വരും. ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഓരോ ഫ്ലോർ കഴിയുമ്പോഴും. ബേസ് വരെ. ഇനി ഇതിൽ ഓരോ ഇത് എടുക്കുന്ന എങ്ങനെയെന്നും കൂടെ പറഞ്ഞുതരാം. ഈ C7 ഗ്രൗണ്ട് ഫ്ലോർ കണ്ടില്ലേ, C7 എന്നുള്ളത് നമ്മുടെ ഷെഡ്യൂളില് നോക്കുക. C7 കണ്ടോ, ഗ്രൗണ്ട് ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും അവിടെ 1216 ആണ് വരേണ്ടത്. അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. ലേഔട്ടിൽ നെയിം കാണും, ആ ലേഔട്ടിലെ നെയിം നോക്കിയിട്ട് മുകളിൽ വരുമ്പോഴത്തേ ഈ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാം. പിന്നെ ഇതിലിപ്പോ ഇപ്പൊ ഇതേ ഇവിടെയൊക്കെ C1 ആണ്. ഇനി C1 മാറി നെക്സ്റ്റ് ഫ്ലോറിൽ പോകുമ്പം കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു കോളം നോക്കിക്കോ, തേർഡ് കോളം, അതായത് താഴെ ഇവിടെ ഈ കോളം C1 ആണ് എനിക്ക്. ഇവിടെ വരുമ്പോ നെക്സ്റ്റ് ഫ്ലോർ വരുമ്പോ അത് C1A ആയി. അപ്പൊ അതിനെന്താണ് ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാല് C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1016 എനിക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വേണ്ടത്. ഇനി C1A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, C1A വന്നപ്പോഴത്തേക്ക് കണ്ടോ, മോളി വന്നപ്പം അവിടുത്തെ മൊമെന്റ്സ് കുറവാണ്, അതുകൊണ്ട് നമുക്ക് 816 മതി. അവിടെ ലോഡ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവാണ്, സോ 816 മതി. അപ്പൊ അവിടെ വരുമ്പോ അത് C1A ആയി. ഇനി നെക്സ്റ്റ് ഫ്ലോറിൽ പോകുമ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോ ലോഡ് മാറും, നമുക്ക് കമ്പി കൂടുതലോ കുറവോ വേണമെന്നുണ്ടെങ്കിൽ ആ C1A എന്നുള്ളത് മാറി ചിലപ്പോ C1B ആവും. ഇല്ല, എല്ലാ ഫ്ലോറിലും C1A ആണ്. അപ്പൊ അങ്ങനത്തെ ഇതുണ്ട്. ഇപ്പം സെയിം കേസ് തന്നെ ഇനി B ഉള്ളത് C2A. ഓക്കെ, അതേപോലെ ഓരോ ഇതും അത് ഓരോ ഫ്ലോറിലും മാറുന്നതനുസരിച്ച് ഇപ്പൊ C2ന്റെ കേസ് ആണെങ്കിൽ നമുക്ക് C2B ഉണ്ട്. അതായത് C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1416 ആയിരുന്നു. നെക്സ്റ്റ് ഫ്ലോറിൽ പോകുമ്പോഴത്തേക്കും അത് C2A ആവുന്നുണ്ട്. C2A 14 എന്നുള്ളത് 1216 ആയി. ഇനി നമ്മളൊരു C2B കണ്ടു, അതായത് കുറച്ചുകൂടെ മുകളിൽ പോകുമ്പോഴത്തേക്ക് 12 എന്നുള്ളത് 10 ആയി. കമ്പി കുറഞ്ഞു മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും എപ്പോഴും കോളത്തിന്റെ കമ്പി കുറഞ്ഞു വരും. ഇതില് മൊമെന്റ് അനുസരിച്ചാണ് വരുന്നത്, മൊമെന്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വരും. അങ്ങനെ അതാണ് ഈ ABCD എന്ന് പറഞ്ഞിട്ട് വരാനുള്ള റീസൺ. താഴെ ഇതാണെങ്കിൽ C1 ആണെങ്കിൽ മുകളിലോട്ട് കമ്പി മാറി വരുന്നെങ്കിൽ ABCD എന്നുള്ള ഡിനോഷനും കൂടെ വരും, അത് ഡിനോട്ട് ചെയ്ത് വരും. പിന്നെ ഇൻഡിവിജ്വൽ എടുക്കുന്നത് ജസ്റ്റ് ഇത് പോവാ, ഡ്രോയിങ് സെപ്പറേറ്റ് ഷെഡ്യൂൾസ് എടുക്കുക. ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിത് വാട്ടർ ടാങ്ക് ബോട്ടത്തിൻ്റെത് മാത്രം കിട്ടി. ഇതേപോലെ ഓരോ ലെവലില് സെപ്പറേറ്റ് കിട്ടും. നമുക്ക് ഹെഡ് റൂമിന്റെ ഇപ്പൊ കിട്ടി. മറ്റേത് എല്ലാം ക്ലബ് ചെയ്ത് ഒരു സിംഗിൾ ടേബിൾ ആയിട്ട് വരും, ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരും. അതാണ് ഈ രണ്ട് ഓപ്ഷന്റെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ സെറ്റിങ്സ് സേവ്, പിന്നെ നമുക്ക് ഇതിൽ നിന്ന് റിപ്പോർട്ട് എടുക്കാൻ പറ്റും. റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ കോളം എന്ന് പറഞ്ഞ മൊഡ്യൂളിനകത്ത് ഉള്ളത്. ഇത് ഇത്രയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്തുള്ള കോളം സ്കാനിങ് എന്നൊക്കെ ഉള്ളത് BBSൽ വരുന്നതാണ്. അത് BBS എടുക്കുമ്പോഴത്തേക്കും എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?